റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മാമ്പഴ പായസം. അപ്പോൾ മാമ്പഴവും അതുപോലെ തന്നെ അവിലും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പായസം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിലിന് പകരമായിട്ട് ചവ്വരി വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പായസം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ മാംഗോ പായസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പം മാംഗോ പായസം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഇപ്പോൾ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നീലം മാങ്ങയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത്. ഞാൻ ഒരു മാങ്ങ നന്നായിട്ടൊന്ന് അരച്ച് പ്യൂരി ആക്കുന്നുണ്ട്, മറ്റേ മാങ്ങ നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അവിലാണ്. ഞാനിവിടെ ഇപ്പോൾ മട്ട അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1/2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഈ അവിലൊന്ന് നന്നായൊന്ന് കഴുകിയെടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ അവിലൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ 2 മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലത്തെ ഒരു മാങ്ങയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കാം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ലൈനിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പായസം കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ മാങ്ങയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത്. ഇത്രയും മാങ്ങയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മാങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ചേർത്ത് നന്നായൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ പീസസ് ചേർക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് പ്യൂരിയാക്കി എടുക്കുന്നത്. അങ്ങനത് കംപ്ലീറ്റ് മാങ്ങയെ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് വ്യത്യാസമായിരിക്കും. അങ്ങനത് കംപ്ലീറ്റ് മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാങ്ങയിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പ്യൂരിയാക്കി എടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെയും മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായൊന്ന് അരച്ചെടുക്കാം. അങ്ങനത്തെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. പായസം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഗ്രാനൈറ്റിൻ്റെ ഒരു പോട്ടാണ് വെച്ചിരിക്കുന്നത്. ചൂടായ പോട്ടിലേക്ക് നമുക്ക് നെയ്യാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഇപ്പം മിൽമയുടെ നെയ്യാണ് ചേർക്കുന്നത്. നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ചൂടായ നെയ്യിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് കാഷ്നട്ടാണ്. കാഷ്നട്ട് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെയാണ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്കിനി നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. കാഷ്നട്ടൊക്കെ നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബ്ലാക്ക് റൈസിസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ റൈസിസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അങ്ങനത്തെ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതും നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേ നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ് ചേർക്കുന്നത്. ജസ്റ്റ് മാങ്ങയൊന്ന് നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടുതൽ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനുമായിട്ടാണ് നമ്മൾ മാങ്ങ ഇതുപോലെ ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് മാങ്ങയും നെയ്യിലൊന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ മാങ്ങയും കംപ്ലീറ്റ് ആയിട്ട് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതേ നെയ്യിലേക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ ചേർക്കാം. അങ്ങനെ അവിലും ചേർത്ത ശേഷം നന്നായി നെയ്യിലൊക്കെ വഴറ്റിയെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് നെയ്യും അവിലായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അങ്ങനത് അവിലൊക്കെ നെയ്യായിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാനിവിടെ ഇപ്പോൾ തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുള്ള പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചപ്പാലാണെങ്കിൽ തിളപ്പിച്ച ശേഷമാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്ക് പാലും അവിലായിട്ട് നന്നായി യോജിക്കുന്ന വരെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ പാലും അവിലായിട്ട് മിക്സായി വരും. അവില് വല്ലാണ്ട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. അങ്ങനെ സൈഡിൽ നിന്നൊക്കെ പാലൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിലൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ 1/4 തൊട്ടിട്ട് 1/2 കപ്പ് പഞ്ചസാര വരെ നമുക്കിതിലേക്ക് ചേർക്കാം.
കാരണം നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടാണ് മാങ്ങ പ്യൂരിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാര നന്നായി അലിഞ്ഞു വരുന്നവരെയാണ് ഇളക്കി യോജിപ്പിക്കേണ്ടത്. അതുപോലെ ഏതൊരു സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. എങ്കിലാണ് മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുള്ളൂ. അതിനത് അവിലൊക്കെ ഇട്ട് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സൈഡിലൂടെ നെയ്യൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മൾ ഇനി അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ മാംഗോ പ്യൂരി ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ പാലൊന്നും പിരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം തണുത്ത ശേഷമാണ് നമ്മളിതിലേക്ക് മാംഗോ പ്യൂരി ചേർക്കുന്നത്. എന്താ നമ്മുടെ പാലൊക്കെ ഒരുവിധം തണുത്തിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടില്ല. ഒരു ഇളം ചൂടാണുള്ളത്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് മാംഗോ പ്യൂരി ചേർക്കുന്നത്. അതിനെല്ലാം മാംഗോ പ്യൂരിയും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ ഇളം ചൂട് കിടന്ന് തന്നെ ഇത് മിക്സായി കിട്ടുന്നതാണ്. ഇനി മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇളക്കി തന്നെയാണ് നമ്മുടെ ഈ മാംഗോ പ്യൂരിയും അതുപോലെ തന്നെ പാലുമായിട്ട് നന്നായി മിക്സായി വരുന്നവരെ ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു മാങ്ങ പായസം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ മാംഗോ പായസം ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ പീസസും അതുപോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും ആണ്. പകുതി മാങ്ങ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ മാങ്ങ പീസസും അതുപോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണ്. നമുക്ക് ഏലക്കപ്പൊടി ഒരു കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മുടെ മാങ്ങയുടെ ഫ്ലേവർ ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അതിന് ഞാനിവിടെ ഇപ്പോൾ 2 ഏലക്കയാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ മാംഗോ പ്യൂരി ചേർത്ത ശേഷം പിന്നെ തിളപ്പിക്കുന്നില്ല. തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ ഒരു കുത്തൽ പോലെയുള്ളൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ ആ മാങ്ങയുടെ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ച ശേഷം ആ ഇളം ചൂടോട് കൂടിയിട്ടുള്ള പാലിലേക്ക് ചേർത്ത് പ്യൂരി മിക്സ് ചെയ്തത്. അങ്ങനത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ പായസമാണ്. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുളിയിലേക്കാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ് ഈ മാംഗോ പായസം. ഇപ്പോൾ ഇതിൽ അവിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ചവരി ഉണ്ടെങ്കിൽ ചവരിയും ചേർത്ത് നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ വെറൈറ്റി ആയിട്ടൊരു പായസം തയ്യാറാക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു മാങ്ങ പായസം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ മാംഗോ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു മാംഗോ പായസം. ഒന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഡെസേർട്ടായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ പീസസാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മാങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ്. അതിൻ്റെ പായസത്തിന് മുകളിലായിട്ട് നമ്മൾ കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസുമാണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മാംഗോ പായസം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഈ ഒരു രീതിയിലൊരു മാംഗോ പായസം തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.